പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള സംവാദം നേരിട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. 10 വർഷത്തെ വികസനത്തെക്കുറിച്ചുള്ള തന്റെ FB പോസ്റ്റോടെ സംവാദം തുടങ്ങിക്കഴിഞ്ഞു. ആ പറഞ്ഞതിൽ തർക്കമുണ്ടെങ്കിൽ വി ഡി സതീശൻ പറയണം. വിമർശനമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ സംവാദം തുടരാമെന്നും നിന്ന നിൽപ്പിൽ കള്ളം പറഞ്ഞ് തടി തപ്പുന്ന നുണയനാണ് സതീശനെന്നും മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മരിച്ചവരെ പോക്കറ്റടിച്ചവരാണ് കോൺഗ്രസ് എന്നും കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി. റഹീസ് റഷീദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിരൂക്ഷമായ വിമർശനം ഇരു നേതാക്കളും തുടരുന്നുണ്ട്. അതിനിടയിലാണ് സംവാദത്തിനുള്ള ഒരു വെല്ലുവിളിയൊക്കെ രൂപപ്പെട്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. ഇതാ സംവാദം തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ ആ സംവാദം നേരിട്ടല്ല, എതിർപ്പുണ്ടെങ്കിൽ പറയണമെന്നുള്ള തിരിച്ചുള്ള ഒരു വെല്ലുവിളി. കൂടുതൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റഹീസ് റഷീദ്, റിജിത്ത്, രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ ഉള്ളത്. ഒന്ന്, നമ്മളിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള സംവാദത്തിൻ്റെ വെല്ലുവിളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സ്വീകരിച്ച ഒരു സാഹചര്യത്തിൽ ഒരു സ്റ്റേജ് കെട്ടി അത്തരത്തിലൊരു സംവാദം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ച സംവാദം അങ്ങനെയല്ല. പകരം ആശയപരമായ സംവാദങ്ങൾ പ്രതിപക്ഷ നേതാവുമായി തുടരും എന്നതാണ് ഉദ്ദേശിച്ചത് എന്നതാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് മിനിഞ്ഞാന്ന് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ആ കുറിപ്പിൽ സംസ്ഥാനത്തിൻ്റെ 10 വർഷത്തെ വികസന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കുറിപ്പോട് കൂടി തന്നെ സംവാദം ആരംഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതിനെന്തെങ്കിലും മറുപടി വി ഡി സതീശന് പറയാനുണ്ടെങ്കിൽ അതിൽ തിരിച്ചുള്ള മറുപടി തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ സംവാദം തുടരും എന്നതാണ് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, CPIM സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നുണയൻ എന്നൊരു പ്രചാരണം ഒരു ക്യാമ്പയിനായി തന്നെ കൊണ്ടുവന്നിരുന്നു. അതിനുവേണ്ടി പ്രത്യേക പേജുകളും മറ്റും രൂപീകരിച്ചു, വെബ്സൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു എന്നതാണ് ഈ കുറിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. വി ഡി സതീശൻ നുണയനാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിന് കാരണമായി പറയുന്നത് വയനാട് കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ പ്രാഥമികമായി ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ അനുമതി തേടുക പഞ്ചായത്തിൽ നിന്ന് എന്നതുപോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ കള്ളം പറയുന്ന ആളെ നുണയൻ എന്നല്ലാതെ എന്ത് വിളിക്കും എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. ഒപ്പം മറ്റു പല തരത്തിലുള്ള ചൂരൽമല വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. മരിച്ചവരുടെ പോക്കറ്റിൽ നിന്ന് പണം കട്ടെടുക്കുന്നവരെ പോലെയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം പിണറായി വിജയൻ പറയുന്നുണ്ട്. പക്ഷേ അവരെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതിന് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി മുഖ്യമന്ത്രിയും CPM നേതാക്കളും വയനാട് വീട് വെക്കാൻ കോൺഗ്രസ് എത്ര പിരിച്ചു, ഏത് അക്കൗണ്ടിലാണുള്ളത്, ഇപ്പോൾ എത്ര പണമുണ്ട് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതിനൊരു കൃത്യമായ മറുപടി പ്രതിപക്ഷ നേതാവ് നൽകാത്തത് കൊണ്ടാണ് അത്തരമൊരു പരാമർശം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. ശരി, റഹീസ് റഷീദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും നേരിട്ടൊരു സംവാദത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടി സംവാദം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, മുഖ്യമന്ത്രി പറയുന്ന സ്ഥലം പറയുന്ന സമയം താൻ തയ്യാർ എന്നുള്ള വെല്ലുവിളിയൊക്കെ. പക്ഷെ അത്തരത്തിൽ ഒരു പൊതുവേദിയിലുള്ള ഒരു തുറന്ന സംവാദം അതിനി എന്തായാലും കളമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. സംവാദം ഞാൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ. അത് ഫേസ്ബുക്കിലൂടെ, സൈബർ ഇടത്തിലൂടെ, അല്ലാതെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.